വളരെ ചെറിയ പ്രായം മുതൽ എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന നേതാവാണ് തങ്കച്ചേട്ടൻ. 82 KSU സംസ്ഥാന പ്രസിഡന്റാകുന്ന കാലഘട്ടം മുതൽ എന്നോട് ഒരുപാട് സ്നേഹവും വാത്സല്യവും കാണിച്ചിട്ടുള്ള, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് സ്നേഹം തന്നിട്ടുള്ള നേതാവാണ് തങ്കച്ചൻ ചേട്ടൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാവരും അനുസ്മരിച്ചു. അദ്ദേഹം വഹിക്കാത്ത സ്ഥാനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരള മുഖ്യമന്ത്രി ഒഴിച്ച എല്ലാ പദങ്ങളും, എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നേരത്തെ പറഞ്ഞു, അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായിരുന്നു, MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. പാർട്ടിയെ സംബന്ധിച്ച് താഴെത്തട്ടിൽ നിന്ന് ബ്ലോക്ക് പ്രസിഡന്റായി, DCC പ്രസിഡന്റായി, KPC വൈസ് പ്രസിഡന്റായി, KPCCയുടെ പ്രസിഡന്റായി, UDFന്റെ കൺവീനറായി കേരളത്തിൽ അദ്ദേഹം വഹിക്കാത്ത സ്ഥാനങ്ങളില്ല. പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടങ്ങളിലാണ് മിക്കവാറും തങ്കച്ചൻ ചേട്ടൻ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നത്. പാർട്ടി, ഞാൻ ഓർക്കുന്നു, പിളർന്ന സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട ലീഡർ പോലും വേറൊരു നിലപാടെടുത്തപ്പോൾ അതിനോടൊപ്പം നിൽക്കാതെ പാർട്ടിയോടൊപ്പം നിന്ന് പാർട്ടിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കർമ്മധീരനായ നേതാവാണ് തങ്കച്ചൻ ചേട്ടൻ. അദ്ദേഹത്തിന്റെ മരണം തീർച്ചയായും ഞങ്ങൾക്കെല്ലാം വലിയ ഒരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ മുൻ KPC പ്രസിഡന്റുമാർ 3 പേർ ഒന്നിച്ചാണ് തെന്നല സാറും പത്മരാജൻ സാറും ഇപ്പോൾ തങ്കച്ചൻ ചേട്ടനും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വേദന നിറഞ്ഞ ഒരു വർഷമാണിത്. അത്രയും പ്രിയപ്പെട്ട ഒട്ടനവധി തലമുതിർന്ന നേതാക്കന്മാരെ നഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, എല്ലാവരെയും സ്നേഹിച്ച സൗമ്യനായ തങ്കച്ചൻ ചേട്ടനും ഇപ്പോൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.